ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുപാതുകാഭ്യാം സ്മരാമി നിത്യം. ഉപാസ്മ്യഹം രമണതത്തുല്യദേവം തീർത്ഥീകരും തീർത്ഥപദപ്രദർശകം പിബാമി നിത്യം ഗുരുചരണതീർത്ഥം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദൈവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരതേ. ശാരദാ ശാരദാംഭോജവദനാവദനാംബുജേ സർവദാ സർവദാസ്മാകം സന്നിധിം ക്രിയാത്. യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖില ശക്തിധരസ്ത്വധാംനാം അന്യാം ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാം നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. നമോസ്തു വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ. പ്രപന്നപാരിജാതായ തോത്രവൈത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ഗോബ്ദാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സസുധിർഭോക്തഃ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹിനി കർണേന വേലാകുല. അശ്വത്ഥാമ വികർണഘോരമഖരാ ദുര്യോധനാവർത്തിനി സോതീർണാ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ. പാരശര്യവചസ്സരോചമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പദേന ഹരഃ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമലഃ പ്രധ്വംസിന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദൈः സാംഗപദക്രമോപനിഷദേ ഗായന്തി യം സാമഗാ. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ യസ്യാന്തം ന വിദുഃസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. ഹരയേ നമഃ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. സനാതനധർമ്മത്തിന് പ്രമാണം ആയിരിക്കുന്നത് വേദമാണ്. വേദമാണ് എല്ലാത്തിനും അടിസ്ഥാനം. വേദം എന്ന വാക്കിന് അറിവ് എന്നർത്ഥം. അറിവിന് അവസാനമേ ഇല്ല. അതുകൊണ്ട് തന്നെ വേദത്തിന് അനന്താവൈ വേദാഹ എന്ന് പറയുന്നു. വേദം അവസാനിക്കണേ ഇല്ല, വേദത്തിന് ആദിയുമില്ല. അപ്പോൾ വേദം ആണ് സർവത്തിനും അടിസ്ഥാനം. വേദത്തിൻ്റെ കാർട്ടൂണൈസ്ഡ് ഫോമാണ് മഹാഭാരതം.
കൃഷ്ണദ്വൈപായനൻ എന്ന വേദവ്യാസൻ 4 വേദം അല്ലേ, വേദം ബൃഹത്തായിട്ട് എല്ലാം കൂടിച്ചേർന്ന് ഒരേ ഒരു വേദമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരേ ഒരു വേദത്തിനെ 4ആയിട്ട് പകുത്തു വേദവ്യാസൻ. അതുകൊണ്ട് തന്നെ വ്യസിച്ചതുകൊണ്ട് ഭഗവാൻ ബാദരായണന് വേദവ്യാസൻ എന്ന് പേര്. സാമം, യജുവേദം, ഋഗ്വേദം, അഥർവവേദം 4 വേദം ആയിട്ട് വേദത്തിനെ ഭാഗിച്ചു. അപ്പോൾ ഈ വേദം എന്ന് പറയുന്നത് പറയേണ്ടത് പറയാന്നാണ്. എന്താണോ ശാസ്ത്രം, ശാസ്ത്രം ആൾക്ക് ഇൻപമുണ്ടാക്കുവോ ഇല്ലയോ, പറയേണ്ടത് അങ്ങോട്ട് പറയണു. അപ്പൊ ഇതുകൊണ്ട് ആൾക്കും ആത്മാനുഭൂതി ഇല്ലല്ലോ എന്ന് കണ്ടപ്പോഴേ അതിൽ നിന്നും ഒരു കാർട്ടൂണൈസ്ഡ് ഫോമായിട്ട് എല്ലാവരെയും ആകർഷിക്കാൻ വേണ്ടിയിട്ട് മഹാഭാരതം എന്ന മഹാഗ്രന്ഥം എഴുതി. ഈ മഹാഭാരതം എഴുതിയപ്പോൾ എന്താന്ന് വെച്ചാൽ അതിൽ ഒരുപാട് യുദ്ധമുണ്ട്, ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ വിഷയത്തിലെല്ലാം പോയി ആൾക്കാർ പോയി കഥകളൊക്കെ നല്ലവണ്ണം വായിക്കണുണ്ടെങ്കിലും തത്വത്തെ ഗ്രഹിക്കണില്ല. കാരണം ആ തത്വത്തെ ഗ്രഹിക്കാതെ കഥകളിൽ പോയി വീണു പോകണം. ഇതും വന്നപ്പോൾ ഒരു താപം. ഈ താപത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് വിചാരിച്ചപ്പോൾ ഭീഷ്മപർവം എന്ന പർവത്തിൽ ഭഗവത്ഗീത അതിൻ്റെ ഉള്ളിലിരിക്കുന്നു. ഭഗവത്ഗീത. അപ്പോൾ ഭഗവത്ഗീത എന്താ? ഉപനിഷത്താണ്. സാക്ഷാത് ഉപനിഷത്ത് തന്നെയാണ് ഭഗവത്ഗീത. അതുകൊണ്ട് വേദത്തിൻ്റെ സാരമായിട്ട് ഭഗവത്ഗീതയെ ഭീഷ്മപർവത്തിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഗ്രന്ഥം പോലെ അങ്ങോട്ട് മാറ്റി. അതിൻ്റെ ധ്യാന ശ്ലോകം തന്നെ നമ്മൾ കണ്ട അദ്വൈതാമൃത വർഷിണി ഭഗവതി അഷ്ടാദശാധ്യായിനി. അദ്വൈതമാകുന്ന ഏകമേവ അദ്വിതീയം, രണ്ടില്ലാത്തതായിട്ടുള്ള ഉപനിഷത്ത് വാക്യമായിട്ടുള്ള അദ്വൈത അമൃതവർഷിണി, അദ്വൈതമാകുന്ന അമൃതം. അമൃതം എന്ന് പറഞ്ഞാൽ മരണമില്ലാത്ത അവസ്ഥയെ നമുക്ക് പറഞ്ഞു തരുന്നതായിട്ടുള്ള ഒരു മഴയാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത അനുസന്ധാനം ചെയ്താൽ നമ്മുടെ ദ്വേഷമൊക്കെ പോകും. കാരണം ഇവിടെ എല്ലായിടത്തും ഒരേ ഒരു വസ്തുവേ ഉള്ളൂ. ഈശാവാസ്യം ഇതം സർവം, സർവം ഖലു ഇതം ബ്രഹ്മ. ഇവിടെ ബ്രഹ്മം മാത്രമാണ് ഉള്ളത്. അത് നിശ്ചയമാണ്. ഖലു എന്ന വാക്കിനർത്ഥം നിശ്ചയമായിട്ടും ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ എന്ന് നാമം. ഈ ഭഗവത്ഗീതയൊക്കെ പാരായണം ചെയ്ത് കഴിയുമ്പോൾ ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ എന്ന് പറഞ്ഞ് ഓരോ അധ്യായത്തിൽ നമ്മൾ പറയണു. എന്ന് വെച്ചാൽ ജസ്റ്റ് എന്തോ വായിച്ചു പോണ കാര്യമേ അല്ല. അത് പരമമായ വിദ്യയാണ്. ആ ഭഗവത്ഗീതയിലൂടെ ഉപദേശമായിട്ട് നൽകണത്. അപ്പൊ ഭഗവത്ഗീത എവിടെ ഇരിക്കണു? മഹാഭാരതത്തിലിരിക്കണു. മഹാഭാരതത്തിൻ്റെ ഒരു ശ്ലോകം നമ്മൾ നിത്യനിരന്തരമായിട്ട് പഠിച്ചാലോ കേട്ടാലോ അല്ലെ കഥാശ്രവണമെങ്കിലും ചെയ്താലോ ഒരു 100 പശുക്കൾക്ക് അതിൻ്റെ തലയിൽ കനകശൃംഗം, സ്വർണശൃംഗം എന്ന് വെച്ചാൽ ഈ കൊമ്പിൽ ഒരു സ്വർണത്തിൻ്റെ ഒരു മോതിരം പോലെ ഇടും. സ്വർണത്തിലുള്ള ഈ ശൃംഗം ഇട്ട് 100 പശുക്കളെ ആരെങ്കിലും ഒരു പാവപ്പെട്ടവനെ ദാനം ചെയ്താൽ, ഒരു ബ്രാഹ്മണന് ദാനം ചെയ്താൽ അതിൻ്റെ ഫലം ഭഗവത്ഗീതയുടെ ഒരു ശ്ലോകം, മഹാഭാരതത്തിൻ്റെ ഒരു ശ്ലോകം ശ്രവണം ചെയ്താൽ കിട്ടുമെന്ന് പറയുന്നു. യോഗോഷതം കനകശൃംഗമയം ദദാതി വിഭ്രായ വേത വിപുഷേ ബഹുശ്രുതായ പുണ്യാംശ്ച ഭാരത കഥാ ശൃണ്യാംശ്ച നിത്യം തുല്യം ഭവതി തസ്യ ച തസ്യ നിത്യം. അപ്പോൾ ഈ മഹാഭാരത കഥ
അതിൻ്റെ ഒരു ശ്ലോകമെങ്കിലും അല്ലേ, 1,17,000 ശ്ലോകം എന്ന് പറയണു. ആ 1,17,000 ശ്ലോകത്തിൽ ഒരു ശ്ലോകത്തെയെങ്കിലും നമ്മൾ നിത്യനിരന്തരമായിട്ട് കേട്ടാൽ, ഇതിൻ്റെ കഥാശ്രവണം ചെയ്താൽ നമുക്ക് അത്രയ്ക്ക് പുണ്യമുണ്ടെന്ന് പറയുന്നു. പുണ്യാംശ്ച ഭാരത കഥാശ്രുണ്യാംശ്ച നിത്യം. നിത്യം കേൾക്കുക. എന്താ അത് നിത്യം കേൾക്കണം എന്ന് പറഞ്ഞാൽ അത് വേദത്തിൻ്റെ ഒരു കൂമ്പാരമാണ്, ഒരു 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 വേദത്തിൻ്റെ ഒരു കൊളീഷനാണ്. എന്ന് വെച്ചാൽ ഇതിന് പഞ്ചമോ വേദ എന്ന് നാമം. മഹാഭാരതത്തിന് 5ാമത്തെ വേദം എന്ന് വെച്ചാൽ 4 വേദവും അതിലടക്കം എന്നർത്ഥം. അപ്പം ഇതൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അതിൽ ഭീഷ്മപർവത്തിൽ ഇരിക്കണ ഈ ഭഗവത്ഗീത ആകുന്ന ഈ ഗീതയെ നമ്മൾ അനുസന്ധാനം ചെയ്യാനാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യണത്. ആ ഭഗവത്ഗീതയിൽ ആദ്യത്തെ അധ്യായം എല്ലാവർക്കും അറിയാം, അർജുന വിഷാദ യോഗം. ധാരാളം പ്രഭാഷകന്മാരൊക്കെ ഈ ഭഗവത്ഗീതയൊക്കെ എടുത്തു പറയും. ശങ്കരാചാര്യർ തന്നെ പറഞ്ഞു, ഈ ഭഗവത്ഗീത ഒന്നു മാത്രം എത്ര വ്യാഖ്യാനിച്ച് തെറ്റിക്കാമോ അത്ര വ്യാഖ്യാനിച്ച് തെറ്റിക്കാൻ പറ്റും അത്ര. അതുകൊണ്ട് ബാക്കി ആരും പറയണത് തെറ്റൊന്നുമില്ല, അവനവൻ്റെ ഹിതത്തിനനുസരിച്ച് ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. പക്ഷേ ഈ ഗീത എന്താണെന്ന് വെച്ചാൽ അദ്വൈത അമൃതവർഷിണി. ഇത് ഉപനിഷത്താണ്, തന്നെ കുറിക്കണ വിദ്യയാണ്. ഈ വിദ്യയിലൂടെ താൻ തന്നെ അറിയാം. ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് ഒരാള് വന്ന് ചോദിച്ചു, ഭഗവാനെ ഈ ഗീതയുടെ സാരം എന്താന്ന് ചോദിച്ചു. അപ്പൊ ഈ ഗീതയുടെ സാരം ഭഗവാൻ പറഞ്ഞു കൊടുത്തു, ഉപനിഷത്ത് സാരം പോലെ തന്നെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അവർ ചോദിച്ചു, ഭഗവാനെ ഇത്ര സ്പഷ്ടമായിട്ടൊരു ഗീതാ പുസ്തകം എടുത്ത് വായിക്കാതെ തന്നെ ഭഗവാൻ എങ്ങനെ മനസ്സിലായി എന്ന് പറഞ്ഞപ്പോൾ, ഗീതാ പുസ്തകം എന്നോട് ഉപദേശിച്ചു അത്ര. എന്താ ഉപദേശിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഭഗവത്ഗീതയിൽ നീ തേടണ വസ്തു നീയാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കണു, നീ എന്തിനാ പിന്നെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണത് എന്ന് ചോദിച്ചു. കാരണം ഭഗവത്ഗീത ഉപനിഷത്താണ്. ആ ഉപനിഷത്ത് തന്നെ കുറിക്കണ വിദ്യയാണ്. അത് അമൃതമായിട്ടുള്ള വിദ്യയാണ്. താൻ അമൃതമാണ്. ഇപ്പൊ ശ്രീരുദ്രത്തിൽ പോയാൽ അഗ്നിർമേ വാചിശ്രുതഃ വാക്ഹൃദയേ ഹൃദയം മയീ അഹം അമൃതേ അമൃതം ബ്രഹ്മണി. അഹം അമൃതേ, ഞാൻ അമൃതമാണ്. പക്ഷെ ആ അമൃതമായ പൊരുളിനെ നമ്മൾ തേടി കണ്ടെത്തണം. ആ പൊരുളിനെ കാണാത്തത് കൊണ്ടാണ് നമുക്ക് തൃപ്തിയില്ലാത്തത്. ഈ ലോകത്ത് എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ നേടിയാലും നമുക്ക് തൃപ്തിയേ വരണില്ല, ഇല്ലേ? നമ്മൾ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞു വെച്ചതും നമ്മൾ സമ്പാദിച്ചതും ഒക്കെ ഈ ലോകത്തിൽ നമുക്ക് എല്ലാത്തിനുമുള്ള പരിഹാരമായി എന്ന് നമ്മൾ വിചാരിച്ചിരിക്കും. പക്ഷെ വാസ്തവത്തിൽ അതൊന്നും നമുക്ക് യഥാർത്ഥ ദുരന്തം വരുമ്പോഴും, യഥാർത്ഥത്തിൽ നമുക്ക് വരണ വിഷമാവസ്ഥ വരണ സമയത്ത് ആ എക്സ്ട്രാ നോളജ് നമ്മൾ വെളിയിൽ നിന്നും സീക്ക് ചെയ്യണ ഒരു പൊടി നോളജ് കൂടെ നമുക്ക് വാസ്തവത്തിൽ അനുഗ്രഹം തരണില്ല. നമുക്ക് വാസ്തവത്തിൽ നമ്മളെ കരകയറ്റാൻ വരണില്ല. അപ്പോൾ എന്താ നമ്മളെ കരകയറ്റാൻ പോണത്? തന്നെ കുറിച്ചുള്ള അനുഭവം, അത് തന്നെയാണ് നമ്മളെ കരകയറ്റാൻ പോണത്. അപ്പോൾ ആ അനുഭവത്തെയാണ് ഭഗവത്ഗീതയിലൂടെ പറയണത്. ഭഗവത്ഗീതയിലൂടെ അർജുന വിഷാദ യോഗത്തിൽ അർജുനൻ എല്ലാത്തിനെയും അറിഞ്ഞു വെച്ചു, അല്ലേ? അർജുനനെ നോക്കൂ, വലിയൊരു തപസ്വിയാണ്. എല്ലാ വേദവും അറിഞ്ഞിരിക്കണു, ധനുർവേദം അറിഞ്ഞിരിക്കണു. ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്ന് അഭ്യസിച്ച് വില്ലാളി വീരനായിട്ട് ഒരു യുദ്ധത്തിന് ഇറങ്ങാൻ പോവാണ്. ആ യുദ്ധത്തിൻ്റെ മുന്നിൽ ആരൊക്കെയാണ് തനിക്കെതിരെ യുദ്ധം ചെയ്യാൻ പോണത് നോക്കി നിന്ന അർജുനൻ തൻ്റെ സ്വജനങ്ങളാണ് യുദ്ധം ചെയ്യാൻ കൊതിച്ചിരിക്കണതെന്ന് കാണുമ്പോൾ ഉള്ളിൽ ആടിപ്പോകും. നമുക്ക് വാസ്തവത്തിൽ നമുക്ക് എപ്പോഴാണോ ഒരു ബുദ്ധിമുട്ട് വരണത്, എപ്പോഴാണോ നമ്മൾ ഈ റിയാലിറ്റിയെ നമ്മൾ ഫേസ് ചെയ്യണത്, ആ ടൈമിൽ നമുക്ക് ആടിപ്പോകും. എന്താ അങ്ങനെ ആടിപ്പോവാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്ക് സത്യത്തെ അറിയില്ല. സത്യം എന്നത് ഒരു കാലത്തും മാറാത്തത്, ആ ഒരു കാലത്തും മാറാത്തതായ പൊരുളിനോട് നമുക്ക് അറ്റാച്ച്മെൻ്റ് ഇല്ല. സത്യനോട് അറ്റാച്ച്മെൻ്റ് ഇല്ല. അപ്പോൾ സത്യനോട് നമുക്ക് എങ്ങനെ അറ്റാച്ച്മെൻറ്റ് കിട്ടും? സത്സംഗത്തിലൂടെ അറ്റാച്ച്മെൻറ്റ് കിട്ടും. എങ്ങനെ അറ്റാച്ച്മെൻറ്റ് കിട്ടും എന്ന് വെച്ചാൽ, ശങ്കരാചാര്യർ പറഞ്ഞു, സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി.
സത്സംഗത്തിലൂടെ നമ്മൾ എന്താ നേടണതെന്ന് വെച്ചാൽ നിസ്സംഗമായിട്ടുള്ള ഭാവം, ആരോടും ഒട്ടാത്തതായിട്ടുള്ളൊരു ഭാവം നമ്മൾ സത്സംഗത്തിലൂടെ നേടും. അപ്പോൾ സത്യനോട് നമ്മൾ സംഘം ചേർന്ന, സത്യനോട് നമ്മൾ കൂടിച്ചേർന്ന നിസ്സംഗത നമുക്ക് വരും. ഈ നിസ്സംഗഭാവം നമുക്ക് വന്നാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിർമോഹത്വം. നിർമോഹത്വം എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ഒരു മോഹമില്ലാത്ത അവസ്ഥ, ഒന്നിനോടും ഒരു മോഹമില്ലാത്ത അവസ്ഥ വരും. ഈ നിർമോഹത്വേ നിശ്ചലതത്വം. ഒന്നിനോടും മോഹം ഇല്ലെങ്കിൽ പിന്നെ എവിടെയാ പോവേണ്ടത്? ഒരിടത്തും പോവേണ്ടതില്ല. ചലിക്കാതെ ഒരിടത്ത് തന്നെ ഇരിക്കാം. എവിടെ പോയാലും നിലകളയാതെ ആ ശാന്തി ഉള്ളപ്പോൾ പിന്നെ എവിടെ നമ്മൾ പോകണം? ഏത് തീർത്ഥക്ഷേത്രത്തിൽ പോകണം? ഒരിടത്തും നമുക്ക് പോകണ്ട, ഇരിക്കണ ഇടത്തിൽ ആ ശാന്തി നമുക്ക് കിട്ടും. നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. ആ നിശ്ചലമായ തത്വത്തിലാണ് ജീവൻ മുക്തി എന്ന് പറയണത്. അപ്പോൾ ജീവന്റെ ഓട്ടം എപ്പോൾ നിൽക്കണോ അതാണ് മുക്തി. ഈ മനസ്സ് ആണ് ജീവൻ എന്ന് നമ്മൾ പറയണത്. ഈ മനസ്സിൻ്റെ ഓട്ടം എപ്പോൾ നിൽക്കുമോ അപ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് മുക്തി കിട്ടിയെന്ന് പറയണത്. ഇല്ലെങ്കിൽ മനസ്സ് വലിയൊരു ബന്ധനമാണ്. ഈ മനസ്സ് വലിയ വലിയ ബന്ധങ്ങളെ ഉണ്ടാക്കും അല്ലേ? ഒരാളെ കാണുമ്പോൾ ഇയാൾ എൻ്റെ അടുത്ത ആളാണെന്ന് ഈ മനസ്സ് പോയി അറ്റാച്ച്ഡ് ആയി അത് നമുക്ക് ദുഃഖത്തിനെ തരും. ഏതെങ്കിലും ഒരു ക്ഷേത്രം കാണുമ്പോൾ ഈ ക്ഷേത്രം എൻ്റേതാണ്, എനിക്കിത് ദുഃഖമേ തരില്ല എന്ന് വിചാരിക്കുന്നു, ഇത് ദുഃഖം തരുന്നു. ഏതെങ്കിലും ഒരു ഗുരുനാഥനെ കണ്ടിട്ട് ഈ ഗുരുനാഥനോട് കൂടി ഞാൻ തൃപ്തനായി എന്ന് വിചാരിക്കുന്നു, അതിലൂടെയും നമുക്ക് പല പല ദുഃഖങ്ങൾ വരണു, അതും ദുഃഖമാണ്. അപ്പോൾ എത്രയെത്ര ഞാൻ അന്യത്തിനെ കാണണോ അതെല്ലാം എനിക്ക് ദുഃഖത്തിന് കാരണമാണു. എത്രയെത്ര ഞാൻ അന്യത്തിനെ കാണാതിരിക്കണോ എനിക്ക് ഉള്ളിലെ ശാന്തി വരണു. ന അന്യത് പശ്യത്തി ന അന്യത് ശൃണോതി ന അന്യത് വിജാനാതി. എത്രയെത്ര ഞാൻ അന്യത്തിനെ കാണാതിരിക്കണോ, എത്രയെത്ര ഞാൻ അന്യത്തിനെ അറിയാതിരിക്കണോ, എത്രയെത്ര അന്യത്തിനെ ഞാൻ കേൾക്കാതിരിക്കണോ അത്രയെത്ര ഞാൻ സന്തോഷമായിരിക്കണോ, ശാന്തിയായിട്ടിരിക്കണോ. അപ്പോൾ ശാന്തി നമ്മുടെ സ്വരൂപമാണ്. നമ്മുടെ സ്വരൂപത്തിനെ കാണിച്ചു തരണതാണ് ഭഗവത്ഗീത. ആ ഭഗവത്ഗീത നമുക്കറിയാം കൃഷ്ണ അർജുന സംവാദം. അടുത്ത അധ്യായത്തിൽ കൃഷ്ണൻ ഒരു പൊടി മിണ്ടിയില്ല. എന്താന്ന് വെച്ചാൽ ഒരു ജീവന്റെ ഉള്ളിലുള്ളത് മുഴുവൻ ആൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരു 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 പ്രതിസന്ധി ഘട്ടം വരയ്ക്കും അയാളിട്ട് ബുദ്ധിമുട്ടും. അയാൾ കിടന്ന് അയാളുടെ പരിഹാരങ്ങളൊക്കെ കണ്ടുകൊണ്ടേയിരിക്കും. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത്. അയാളുടേതായിട്ടുള്ള പരിഹാരങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടേയിരിക്കും. എന്നാൽ അയാൾക്ക് ഇനി ഞാൻ അറിഞ്ഞതിൽ വെച്ച് എനിക്കൊരു പരിഹാരവും ചെയ്യാനില്ല എന്ന് വാസ്തവത്തിൽ ആര് വിചാരിക്കണോ അവനാണ് വാസ്തവത്തിൽ ഈശ്വരനെ വിളിക്കുന്നത്. ഈശ്വര രക്ഷതു, ഈശ്വര എന്നെ രക്ഷിക്കൂ ഭഗവാനെ, എന്നെ കരകയറ്റൂ ഭഗവാനെ എന്ന് പ്രാർത്ഥന. ആ പ്രാർത്ഥന വരും വരയ്ക്കും ഈശ്വരൻ അനങ്ങാതിരിക്കും. ബാക്കിയുള്ളവർക്കൊക്കെ പ്രാർത്ഥന ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും നേടണം, അത് കിട്ടണം, ഇത് കിട്ടണം, എനിക്കിത് ഈ വിദ്യ കിട്ടണം, അല്ലെങ്കിൽ അത് ഒരു വീട് കിട്ടണം, ഒരു കാറ് കിട്ടണം, എനിക്കൊരു വലിയ ഉദ്യാനം കിട്ടണം, എനിക്ക് ഇന്ത്യ പോലത്തെ രാജ്യത്തിന് സ്വന്തമായിട്ട് വാങ്ങിക്കാൻ പറ്റണം. ഇങ്ങനെയൊക്കെ ചില ആഗ്രഹങ്ങളൊക്കെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും. അതിന് നമ്മൾ ഈശ്വരനെ കൂട്ടുപിടിക്കുന്നതല്ലാതെ വാസ്തവത്തിൻ്റെ പരിഹാരത്തിന്, വാസ്തവത്തിൽ എന്നെ കരകയറ്റാൻ വേണ്ടിയിട്ട് ആരും ഈശ്വരനെ വിളിക്കണേയില്ല. അങ്ങനെ വിളിച്ചാൽ ഈശ്വരൻ വിൽ സ്പീക്ക്. അതാണ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിൽ സാഖ്യയോഗം. സാഖ്യയോഗം എന്ന് വെച്ചാൽ സാഖ്യം എന്ന് പറഞ്ഞാൽ ഒരു ഫിലോസഫി എന്നർത്ഥം, ഒരു തത്വം എന്നർത്ഥം. ഇത്ര അർത്ഥം എടുത്താൽ മതി. പല അർത്ഥങ്ങൾ സംസ്കൃതത്തിൽ നോക്കിയാൽ പല 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 അർത്ഥങ്ങൾ കാണും. ഇപ്പം സാഖ്യം എന്ന് പറഞ്ഞാൽ തത്വം. ഈ തത്വം എങ്ങനെ യോഗമായിരിക്കണത്? എങ്ങനെയാ തത്വം യോഗമാവണതെന്ന് പറഞ്ഞാൽ തത്വം നമ്മുടെ ഉള്ളിൽ എപ്പോഴാണോ പ്രാവർത്തികമാക്കണത്, തത്വത്തിൻ്റെ പൊരുളിനെ എപ്പോൾ അറിയണോ അപ്പോഴാണ് തത്വം യോഗമായി മാറണത്. വിഷാദം എപ്പോഴാണോ സദ്വസ്തുവുമായിട്ട് നമ്മൾ കൂടിച്ചേർക്കണോ, യോഗം ചെയ്യണം അല്ലേ? ചെറിയ വിഷാദം വരുമ്പോൾ നമ്മൾ നമ്മളേതായിട്ടുള്ള പരിഹാരം കാണും അല്ലേ? എന്തെങ്കിലും ഒരു രോഗം വരുമ്പോൾ നേരെ ഹോസ്പിറ്റലിൽ പോകും. അവിടെ പോയി ഒരു പരിഹാരം ഇല്ലെങ്കിൽ ആ ഡോക്ടറെ 10 കുറ്റം പറഞ്ഞിട്ട് അടുത്ത ഡോക്ടറിൻ്റെ അടുത്ത് പോകും. അപ്പോൾ ഈ പരിഹാരം തേടിയുള്ള യാത്രയാണ്. എന്താണെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലിൻ്റെ അടുത്ത് നമ്മൾ പരിഹാരം തേടണം, അനാത്മവസ്തുവിൻ്റെ അടുത്ത് നമ്മൾ പരിഹാരം തേടണം. ആ പരിഹാരം എല്ലാം ദുഃഖൌഷധം തദപി ദുഃഖം എന്ന് പ്രഹ്ലാദൻ ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നു. ദുഃഖത്തിനുള്ള ഔഷധം നീ വെളിയിൽ പോയി തേടണോ, അത് വലിയൊരു ദുഃഖമായിട്ട് മാറും അല്ലേ? ഒരു ജ്യോതിഷിയുടെ അടുത്ത് പോയി എന്തൊക്കെയോ കാര്യം നടന്നു, പിന്നെ ഒന്നും നടക്കണില്ല, വേറൊരു ജ്യോതിഷിയെ പോയി.
അപ്പോൾ ഈ ജ്യോതിഷിയുടെ അടുത്ത് പോയിട്ട് ഈ ഒന്നും നടക്കാത്തപ്പോൾ ഇയാളെ 10 കുറ്റം പറഞ്ഞിട്ട് മറ്റേ ജ്യോതിഷിയുടെ അടുത്ത് പോകും. വാസ്തവത്തിൽ എന്ത് നടന്നു വെച്ചാൽ ജ്യോതിഷിക്ക് കൊടുത്ത പൈസ നഷ്ടം എന്നല്ലാതെ അവൻ്റെ ജീവിതത്തിൽ പരിഹാരമേ ഇല്ല. അപ്പോൾ ആ പരിഹാരം സത്വസ്തുവുമായിട്ട് ഇല്ലേ, വിഷമം വരുമ്പം ഈശ്വര രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ആ സത്വസ്തുവുമായിട്ട് എപ്പോൾ കൂടിച്ചേർന്ന് ഈ വിഷാദത്തെ ഇല്ലാതാക്കണോ അവന് ഈശ്വരൻ ഉപദേശം തരും. ഈശ്വരൻ്റെ ഉപദേശം തത്വോപദേശം. ഈശ്വരൻ ആരാന്ന് വെച്ചാൽ ഭഗവത്ഗീത തന്നെ. ഈ ഭഗവത്ഗീത, ഭാഗവതം, വേദം ഒക്കെ ഈശ്വരൻ തന്നെയാണ്. അപ്പോൾ ആ ഈശ്വരനെയാണ് നമ്മൾ, അമ്മയെയാണ് നമ്മൾ അനുസന്ധാനം ചെയ്യണത് എന്ന് പറഞ്ഞു. അദ്വൈതാമൃത വർഷിണി ഭഗവതി അഷ്ടാദശാധ്യായിനി, 18 അധ്യായത്തോടു കൂടിയിരിക്കണം. അഷ്ടാദശം എന്ന് പറഞ്ഞാൽ 18 അധ്യായത്തോടു കൂടിയിരിക്കണ അമ്മയെ അങ്ങേ ഞാൻ അനുസന്ധാനം ചെയ്യാൻ പോവാണ്. അമ്പത്വാം അനുസന്തതാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണി, എൻ്റെ വിദ്വേഷമെല്ലാം മാറ്റി ഏകമേവ അദ്വിതീയം, എനിക്ക് ശാന്തിയെ തരണം, ആ ഏകാത്മഭാവത്തെ തരണം എന്ന് പറഞ്ഞ് ഒരു ജീവൻ ഭഗവത്ഗീതയെ എടുത്ത് എപ്പോൾ പാരായണം ചെയ്യാൻ പോണോ ആ ടൈമിലാണ് അവൻ പക്വിയായി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ജീവൻ എപ്പോൾ പക്വിയാവണോ ആ ജീവന് ഈശ്വരൻ ഉപദേശം തരിക. എപ്പോൾ പക്വിയായില്ലയോ ഈശ്വരൻ ഉപദേശം തരികയില്ല. അപ്പം എന്താ പക്വത എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീത കേട്ടാൽ നമ്മുടെ ഉള്ളിൽ അനുഭൂതി വന്നോ പക്വത വന്നു എന്നർത്ഥം. ഭഗവത്ഗീത കേട്ടാൽ നമ്മുടെ ഉള്ളിൽ ആനന്ദം വന്നോ ശാന്തി വന്നോ എന്ന് കേട്ടാൽ പക്വത വന്നു. അപ്പോൾ പക്വം എന്ന് പറയണത് നമ്മളൊന്നും പക്വമായില്ല എന്ന് പറഞ്ഞാൽ പക്വമാവാൻ എന്താ വഴി എന്ന് വെച്ചാൽ ശ്രവണാഭിഹി ബഹുബിർ യോ ന ലഭ്യതേ, ശ്രവണത്തിലൂടെ അല്ലാതെ നമുക്ക് പക്വത വരെയില്ല. ഭഗവത് കഥകൾ കേട്ട് 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 പഴകി പഴകി നമുക്ക് പതുക്കെ 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 ശനൈഹി ശനൈഹി ഉപരതിഹി, പതുക്കെ 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 നമുക്ക് ഉപരതി വന്നു പോകും. പുറം വിഷയങ്ങളിലോടുള്ള ആസക്തിയോ പുറം വിഷയത്തിലോടുകൂടിയുള്ള അറ്റാച്ച്മെൻറ്റോ പുറം വിഷയത്തിനോടുള്ള ആശ്രയമോ നമ്മളില്ലാതാവും. അപ്പോൾ ആശ്രയം ഇല്ലാതാവുമ്പോൾ നമുക്കൊരു ആലംബം വേണമല്ലോ. അത് സാക്ഷാത് പരമേശ്വരനോ ഈശ്വരനോ കൃഷ്ണനോ ഒക്കെ ഒരു ആലംബമായിട്ട് വെച്ചുള്ള ആ ആലംബം കൃഷ്ണനെ മുൻനിർത്തി നമ്മൾ ഇപ്പം യുദ്ധം കൂടെ നോക്കൂ. കൃഷ്ണനെ ഭഗവാനെ മുൻനിർത്തിയിട്ടാണ് യുദ്ധം ചെയ്തിരിക്കുന്നത്. ഭഗവാനെ മുൻനിർത്തി യുദ്ധം ചെയ്യണ സമയത്ത് എന്തെങ്കിലും ഒരു കുഴപ്പം വന്നാൽ ഭഗവാൻ നമുക്ക് ക്ലിയർ ചെയ്ത് തരണം അല്ലേ. എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഭഗവാൻ ആ യുദ്ധത്തിൽ നിന്നും നമ്മളെ കരകയറ്റണം അല്ലേ. അപ്പുറത്തുനിന്ന് അമ്പ് വന്ന സമയത്ത് കൃഷ്ണൻ എന്ത് ചെയ്തു, രഥത്തിനെ ഒന്ന് താഴ്ത്തി തലയിൽ കൊള്ളേണ്ട അമ്പ് കിരീടത്തിൽ കൊണ്ടുപോയി അത്രേ. എന്ന് വെച്ചാൽ ഭഗവാൻ എന്ത് ചെയ്യണു, നമ്മളെ സംരക്ഷിക്കണു. കണ്ണിൽ കൊള്ളേണ്ടത് പിരികത്ത് കൊടുത്തു വിടുന്നു. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് സത്യബോധം ഉണ്ടെങ്കിൽ, സത്വസ്തുവിലായിട്ട് നമ്മൾ സംഘമുണ്ടെങ്കിൽ, സത്സംഗമുണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ കരകയറ്റണു. എങ്ങനെ കരകയറ്റണു? ശരീരത്തിന് പുഷ്ടി തന്നാണോ? മനസ്സിന് നമുക്ക് ആഗ്രഹിക്കുന്നതെല്ലാം തന്നാണോ? ഇല്ല. ഭഗവാൻ സർവഭൂത ഹൃത ഹിത, ഹിതം ചെയ്യണു. എന്താ നമുക്ക് ആവശ്യം, ആ ആവശ്യത്തെ ഭഗവാൻ തരണു. ആ ആവശ്യമാണ് ഭഗവത്ഗീത 2-ാം അധ്യായത്തിലാണ് ഭഗവാൻ ഉപദേശം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് സാഖ്യയോഗം എന്ന് പേര്. ഇതൊരു വേഗമായിട്ട് നമ്മൾ ഒരു അറിവ് കിട്ടാൻ വേണ്ടി ചുരുക്കത്തിൽ സ്പീഡിൽ പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു സ്പീഡ് അനുഭവപ്പെടണമെങ്കിൽ വേറെ വഴിയേ ഇല്ല. വീണ്ടും വീണ്ടും എടുത്ത് ശ്രവണം ചെയ്യാൻ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ അർജുനൻ തൻ്റെ കഴിവുകളും ഒക്കെ മുന്നിൽ വെച്ചു, ഫ്രണ്ടിൽ പോയി തൻ്റെ സ്വജനങ്ങളെ കണ്ടപ്പോൾ എല്ലാം അവിടെ കുറേ ധർമ്മങ്ങൾ കൃഷ്ണനോട് ഉപദേശിച്ചു. കൃഷ്ണന് 1 മണിക്കൂർ ലെക്ചർ കൊടുത്തു, ധർമ്മമെല്ലാം ഉപദേശിച്ചു. എല്ലാ അസ്ത്രങ്ങളും ഒക്കെ വെച്ചിട്ട് ആ രഥത്തിൽ അങ്ങോട്ട് ഇനി ഞാൻ യുദ്ധം ചെയ്യണില്ല എന്ന് പറഞ്ഞ് ഇരുന്നു. അപ്പോൾ സഞ്ജയൻ 2-ാം അധ്യായത്തിൽ സഞ്ജയൻ ആരംഭിക്കുകയാണ്. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണ കുലേക്ഷണം വിഷീദന്തമിതം വാക്യം ഉവാച മധുസൂദനഃ. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണ കുലേക്ഷണം, കൃപ പൂണ്ട് കണ്ണിൽ മുഴുവൻ അശ്രു നിറഞ്ഞ് കണ്ണീര് നിറഞ്ഞുകൊണ്ട് കൃപാപൂർണമായിട്ട് കൃപാലുവായിട്ട് അർജുനൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വിഷാദത്തോടു കൂടി ആ രഥത്തിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ്.
ആ രഥത്തിൽ ഇരുന്ന് വിഷാദമായിട്ടിരിക്കുമ്പോൾ ആ വിഷാദമായിരിക്കണ അർജുനന്റെ അടുത്ത് കൃഷ്ണന്റെ വാക്യം കൊടുക്കാൻ പോവാണ്. വാക്യം ഉവാച മധുസൂദന. അപ്പൊ കൃപ, കാരുണ്യം അല്ലെ, കാരുണ്യം കൊണ്ടാണ് കണ്ണുനീര് വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ സ്വജനങ്ങളെ കണ്ടപ്പോൾ ദൈവിക സമ്പത്തിന് ഉള്ള ഒരു പ്ലസ് പോയിന്റാണ് കാരുണ്യം. ആരാണോ ദൈവിക സമ്പത്തായിരിക്കണവർക്ക് അവർക്ക് കാരുണ്യം അവരുടെ ഉള്ളിൽ സ്വതസിദ്ധമായിട്ട് വരും. എന്ന് വെച്ചാൽ എനിക്ക് ഒരു മുള്ളുകൊണ്ട വേദനിക്കുമെങ്കിൽ അയാൾക്കും ഒരു മുള്ളുകൊണ്ട വേദനിക്കും. എനിക്ക് എന്തെങ്കിലും ഹർട്ടാവുമെങ്കിൽ ഇതേ വേദന അയാൾക്കും ഉണ്ടാവും എന്ന് തോന്നും. ദാറ്റ് ഈസ് ധർമ്മം. ഒരു സദ്ഗുണമുള്ള ഒരാൾ ധർമ്മം ആയിട്ട് ജീവിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോണ്ട് ഡു അൺടു അതേഴ്സ്. ഒരാൾക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിൽ ആ ബുദ്ധിമുട്ട് അയാൾക്കും ഉണ്ടാവുമെന്ന് ആര് കരുതണോ അവനാണ് ധർമ്മം പാലിക്കണത്. അത് ഒരു സത്വഗുണസമ്പന്നന്റെ ഒരു 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 പ്ലസ് പോയിന്റാണ് ഈ കാരുണ്യം. പക്ഷെ എന്തിനാ വിഷാദം? സത്വഗുണമുള്ളവർക്ക് വിഷാദം എന്തിനാന്ന് വെച്ചാൽ അജ്ഞാനം കൊണ്ടുള്ള വിഷാദം. ഒരു തരത്തിൽ അധ്യാസം അവിടെ ഉണ്ട് എന്ന് വെച്ചാൽ കുറച്ച് അധ്യാസം അവിടെ വന്നിരിക്കുന്നു. എന്താ അധ്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റേത് എന്നുള്ളൊരു ഭാവം അല്ലേ. ഞാൻ എൻ്റേത് എന്നുള്ളൊരു ഭാവം ഒരു ചെറിയ തരത്തിലുള്ള അജ്ഞാനമാണ്. ആ അജ്ഞാനം നമുക്ക് വിഷമം തരും. അതുകൊണ്ട് വിഷീദന്തം, വിഷമമായിട്ടിരിക്കുന്നു, വിഷമാവസ്ഥയിലിരിക്കുന്നു. അപ്പോൾ ആ അവസ്ഥയിലിരിക്കുന്ന അർജുനൻ്റെ അടുത്ത് കൃഷ്ണൻ ആദ്യം ഗീത ഉപദേശം അല്ലേ. ഗീത ഉപദേശത്തിന് മുമ്പ് ഈ ചെണ്ടയൊക്കെ ഇങ്ങനെ കൊട്ടണതിന് മുമ്പ്, ഈ മേളം ആരംഭിക്കുന്നതിന് മുമ്പ് മേളക്കാരൊക്കെ എന്ത് ചെയ്യുന്നു, ഈ കയറിനെയൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്ത് ടക്ക് 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 എന്ന് ഒന്ന് അടിച്ചു നോക്കും അല്ലേ. ഈ മേളം താളമൊക്കെ ശരിയാണോ എന്ന് നോക്കും. എന്നിട്ടാണ് കച്ചേരി ആരംഭിക്കുന്നത് അല്ലേ. അതുപോലെ കൃഷ്ണൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് പക്വമായോ എന്ന് നോക്കുക. ഇപ്പം എന്താ ഈ പക്വത എന്ന് വെച്ചാൽ ആരൊക്കെയാണോ ഭഗവത്ഗീത കേൾക്കാൻ ഇരിക്കണത് അതൊക്കെ പക്വം തന്നെ. ഇപ്പോൾ നമ്മൾ പക്വയാണോ, ഞാൻ പക്വയല്ല, എന്നാൽ പിന്നെ വരണ്ട, കേൾക്കണ്ട, ഇനി കുറേ കാലം പക്വമായിട്ട് വരാമെന്ന് വിചാരിച്ചാൽ നമ്മൾ പക്വമാവാൻ പോണത് എവിടെയാണെന്ന് വെച്ചാൽ ഈ സംസാര ജീവിതത്തിലാണ് പോയി പക്വമാവാൻ പോണത്. എങ്ങനെ പക്വമാവും അല്ലേ? ആ സംസാര ജീവിതത്തിൽ പോയി നമ്മൾ പക്വമാവാന്ന് വിചാരിച്ചാൽ തീയിൽ നെയ്യ് ഒഴിച്ച് തീ കെടുത്തുന്നത് പോലെയാണ്. എത്ര നെയ്യ് ഒഴിച്ചാൽ തീ കെടുവോ? തീ പടർന്ന് കത്തും എന്നല്ലാതെ തീ കെടുകയില്ല. അതുപോലെ സംസാരത്തിൽ പോയിട്ടല്ല നമ്മൾ പക്വമാവേണ്ടത്. സത്സംഗത്തിൽ ശ്രവണം ചെയ്ത് നിത്യനിരന്തരമായിട്ട് ഈശ്വര ധ്യാനം ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പക്വയാവണം. സ്വയമേവ ഞാൻ പക്വയാണ് എന്നൊരു ഭാവം വരണം. ഇല്ല, ഞാൻ അർഹനല്ല എന്ന് വിചാരിച്ച ഒരു കാലത്തും അർഹനല്ല. ഭഗവത്ഗീതയ്ക്ക് ഞാൻ അർഹനാണ് എന്ന് വിചാരിച്ചു നോക്കൂ, ഈ ഗീത ഉള്ളിൽ ഫലിക്കും. അതുപോലെ ഈ മേളക്കാർ ഇങ്ങനെ കൊട്ടി നോക്കുന്നത് പോലെ കൃഷ്ണൻ ഒരു കൊട്ടു കൊടുക്കാം. ശ്രീ ഭഗവാനുവാച കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വാർഗ്യം അകീർത്തികരമർജുന. അല്ലയോ അർജുന, കുതസ്ത്വാ കശ്മലമിതം, എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ നിൻ്റേതല്ലാത്ത ഈ ഭാവം, ഈ മോഹം? കശ്മലം എന്ന് വെച്ചാൽ മോഹം. എന്താ ഈ മോഹം വരാൻ കാരണം എന്ന് വെച്ചാൽ ഏതോ ഒരു വസ്തുവിനോടൊക്കെ നമ്മൾ അനാത്മ വസ്തുവിനോടൊക്കെ പോയി നമ്മൾ സംഘം ചേർന്നിരിക്കണം, അറ്റാച്ച്ഡ് ആയിരിക്കണം. അതുകൊണ്ട് മോഹം. എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ മോഹം? ഈ വിഷമമായിട്ട് നീ ഇരിക്കണല്ലോ, എവിടെ നിന്ന് കിട്ടി ഈ വിഷമാവസ്ഥ? ആ അവസ്ഥ എന്താന്ന് വെച്ചാൽ അനാര്യജുഷ്ടം, അനാര്യന്മാര് മാത്രം, ആര്യനല്ലാത്തവര്, സജ്ജനങ്ങളല്ലാത്തവര് മാത്രം വർദ്ധിക്കുന്നതായിട്ടുള്ള ഈ വിഷമാവസ്ഥ, സ്വർഗം പോലും ത്യജിക്കപ്പെടുന്നതായിട്ടുള്ള, വിടണതായിട്ടുള്ള, സ്വർഗം പോലും ലഭിക്കാത്തതായിട്ടുള്ള ഈ ഒരു വിഷമാവസ്ഥ, അകീർത്തികരമായിട്ടുള്ള അവസ്ഥ എവിടെ നിന്ന് കിട്ടി അർജുന എന്ന് ചോദിച്ചു. അർജുന എന്ന വാക്കിന് ദൈവീ സമ്പത്തുള്ളവെന്നർത്ഥം. നിന്നെ ഉണർത്തുകയാണ്, നീ അർജുനനാണ്. അർജുനൻ എന്ന് വെച്ചാൽ ദൈവീ സമ്പത്ത്, തപസ്. എത്ര പ്രതിസന്ധി വന്നാലും വിടാതെ തപസ് ചെയ്യണമെന്നർത്ഥം അർജുനൻ. ആ ദൈവീ സമ്പത്തായിട്ടുള്ള അർജുന, നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ കശ്മലം? ഈ നിന്റേതല്ലാത്ത ഭാവം എവിടെ നിന്ന് കിട്ടി? ഈ മോഹം നിനക്ക് എവിടെ നിന്ന് പിടികൂടി
എന്ന് കൃഷ്ണൻ ചോദിക്കുകയാണ്. ഈ വിഷമസ്ഥിതി എന്താ? വിഷമസ്ഥിതി എന്ന് വെച്ചാൽ ഇപ്പോൾ യോഗയൊക്കെ ചെയ്യണവർക്ക് വിഷമസ്ഥിതി സമസ്ഥിതി ഉണ്ട്. സമസ്ഥിതി എന്ന് പറഞ്ഞാൽ അവൻ്റെ നാച്ചുറാലിറ്റി, അവൻ്റെ നോർമാലിറ്റി എന്ന സ്ഥിതി. വിഷമസ്ഥിതി എന്ന് വെച്ചാൽ എന്തെങ്കിലും യോഗ ചെയ്ത് നമ്മൾ ഏതെങ്കിലും ഒരു പീക്ക് പോയിന്റിൽ ശ്വാസം പിടിച്ച് ഇത്ര നേരം ഇരിക്കൂ എന്ന് പറയുന്നത് വലിയ വിഷമമാണ് അല്ലേ? നമുക്ക് വിഷമം ഉണ്ടാക്കും. അതിനെയാണ് വിഷമസ്ഥിതി എന്ന് പറയുന്നത്. എന്തിനാ ഈ വിഷമസ്ഥിതി എന്ന് പറഞ്ഞാൽ സമസ്ഥിതി അനുഭവിക്കാൻ. രാമകൃഷ്ണദേവൻ ഒരു കഥ പറയും. ഒരാൾ ഒരു മീൻ പിടുത്തക്കാരൻ വഴിയിൽ പോയി മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കടലിൽ പോയി ഒരു ചൂണ്ടയിട്ട് പിടിക്കണം. ചൂണ്ടയിട്ട് കുറേ നേരം 2-3 മണിക്കൂർ ചൂണ്ടയിട്ട് ഒരു മീനിനെ കിട്ടി. ഈ മീനിനെ എടുത്തു വെച്ചിട്ട് ഇയാൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി കിടന്ന് ഉറങ്ങി. ഇതിനെ ഒരു സായിപ്പ് ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരുന്നു. ഈ സായിപ്പ് എന്ത് ചെയ്തു? അടുത്ത് വന്നിട്ട് ഇയാളെ വിളിച്ചുകൊണ്ടിരുത്തിയിട്ട്, നിങ്ങൾ എന്താ ഇവിടെ കിടക്കണത്? മീൻ കുറച്ചുകൂടെ പിടിച്ചൂടെ? എന്തിനാ? എനിക്ക് ആവശ്യത്തിന് കിട്ടി. അല്ല, നിങ്ങൾ കുറച്ചുകൂടെ മീൻ പിടിച്ചൂടെ? എന്തിനാ? അത് പിടിച്ചാൽ എന്താ ഫലം? കുറച്ചുകൂടെ മീൻ പിടിച്ചാൽ നിങ്ങൾക്ക് ചന്തയിൽ കൊണ്ട് വിറ്റാലോ? വിറ്റാൽ ധാരാളം കാശ് കിട്ടും. ആ കാശ് കിട്ടിയിട്ട് എന്താ? നിങ്ങൾക്കൊരു വല വാങ്ങിക്കാം. വല വാങ്ങിച്ചിട്ടോ ധാരാളം മീനിനെ ആ വല കൊണ്ട് പിടിക്കാം. എന്നാലോ നിങ്ങൾക്കൊരു ബോട്ട് വാങ്ങിക്കാനുള്ള കാശ് കിട്ടും. ബോട്ട് വാങ്ങിച്ചാലോ ആഴക്കടലിൽ പോയി വലിയ വലിയ മീനിനെ പിടിച്ച് വലിയ വലിയ കാശ് ഉണ്ടാക്കാം. എന്താ ഫലം? നമുക്ക് വീട് വയ്ക്കാം. വീട് വെച്ചാലോ നമുക്ക് സുഖമായിട്ടിരിക്കാം, ശാന്തമായിട്ടിരിക്കാം. എടോ പൊട്ട, ഒരു മീനിനെ പിടിച്ചിട്ട് ഞാൻ അങ്ങനെയല്ലേ ഇരുന്നത്? നീ പിന്നെ എന്തിനാ എന്നെ ഇത്ര കാര്യങ്ങൾ ചെയ്യിച്ച് മീനിനെ ശാന്തി അനുഭവിപ്പിക്കണം അല്ലേ? ഒരേ ഒരു മീനിനെ പിടിച്ചിട്ട് ഞാൻ ശാന്തി അനുഭവിക്കുകയാണ്. എന്തിനാ നീ അത് ചെയ്ത് ഇത് ചെയ്തു സാഹസം കാണിച്ച് ശാന്തി അനുഭവിക്കണം? അതുകൊണ്ട് യോഗസ്ഥിതി എന്ന് പറയുന്നത് യോഗം ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തി ഇല്ലാതാക്കലാണ് യോഗം. അപ്പോൾ യോഗം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളെ ശാന്തമാക്കണോ. ആ യോഗത്തിൻ്റെ സ്ഥിതി സമസ്ഥിതി. ബാക്കിയെല്ലാം നമ്മൾ എന്തെങ്കിലും ക്രിയ ചെയ്യണോ അത് വിഷമസ്ഥിതിയാണ്. വിഷമം വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ എന്തൊക്കെയോ വിഷമം വന്നിരിക്കണു, അറ്റാച്ച്മെന്റ് വന്നിരിക്കണു, മനസ്സ് ചിത്തവൃത്തികൾ ഉണ്ടായിരിക്കണു. അതുകൊണ്ട് തന്നെ വിഷമസ്ഥിതിയിലാണ് അർജുനൻ വർദ്ധിക്കണത്. ആ വിഷമസ്ഥിതിയിൽ ഇരുന്നു കൊണ്ട് ചുമ്മാ ദുഃഖിക്കണം. വിഷമേ സമുപസ്ഥിതാം, വിഷമമായിട്ട് വിഷമസ്ഥിതിയിലിരിക്കുന്ന അർജുനനോട് കൃഷ്ണൻ പറയാണ്, ഈ വിഷമസ്ഥിതി ഉണ്ടല്ലോ നിനക്ക് അസ്വാർഗ്യം, സ്വർഗത്തെ ഇല്ലാതാക്കും. സ്വർഗം എന്ന വാക്ക് എന്ന് പറഞ്ഞാൽ സ്വരൂപത്തിലേക്കുള്ള ഗമനം, അതിനെയാണ് സ്വർഗം എന്ന് പറയണത്. അല്ലാതെ വെളിയിലൊരു സ്വർഗമുണ്ട്, ആ സ്വർഗത്തിന് ആരൊക്കെയോ അല്ലെ ദേവേന്ദ്രനൊക്കെ അവിടെ ഇരിക്കണമെന്നൊക്കെ നമ്മൾ പറയണു അല്ലേ? സ്വർഗം സ്വരൂപത്തിനെ കണ്ട് അറിഞ്ഞത് കൊണ്ട് ദേവേന്ദ്രൻ അവിടെ ഇരിക്കണം. സ്വരൂപത്തിലേക്കുള്ള ഗമനം, സ്വരൂപത്തിലേക്ക് ആര് പോണോ, ആത്മാവിലേക്ക് ആര് പോണോ, അതുകൊണ്ട് സ്വർഗം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ തന്നെ ഒരു നാമമാണ്. അത് സ്വരൂപത്തിലേക്കുള്ള ഗമനമാണ്. അപ്പൊ എന്താ നരകം എന്ന് ചോദിച്ചാൽ നരകഹ. കഹ എന്ന വാക്ക് സംസ്കൃതത്തിൽ ഹു എന്നർത്ഥം. നര എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നരൻ, മനുഷ്യൻ. ആരാണോ മനുഷ്യൻ, ഹു ഈസ് മാൻ, ഹു ഈസ് മനുഷ്യൻ, ആരാണ് മനുഷ്യൻ അവനാണ് നരകം. ആർക്കാണോ നര അഭിമാനമുള്ളത്, ഞാൻ നരൻ, ഞാൻ മനുഷ്യനാണ്, എനിക്ക് ഇന്ന നിയതിയാണ്, എൻ്റെ നിയമമാണ്, എനിക്ക് കണ്ണി കണ്ടതിനെയൊക്കെ തിന്നാം, ഇങ്ങനെയൊക്കെ ആര് അഭിമാനം വെച്ചിരിക്കണോ അവനാണ് നരകം. ആർക്ക് നരാഭിമാനമുണ്ടോ അവൻ നരകത്തിലാണ് വർദ്ധിക്കണത്. ആര് സ്വരൂപത്തിലേക്കുള്ള ഗമനത്തിലേക്ക് സ്വരൂപമായിട്ട് ഇരിക്കണോ അവനാണ് സ്വർഗം. അപ്പൊ അതുകൊണ്ട് ഇത് സ്വരൂപത്തിൽ നിന്നും നിന്നെ അകറ്റണതാണ് ഈ വിഷമം. ഇപ്പൊ ഭഗവത്ഗീതയുടെ ആന്തരികമായ അർത്ഥം ഇതാണ്. എന്തുകൊണ്ട് നിനക്ക് സ്വരൂപത്തിൽ നിന്നും നിന്നെ അകറ്റണമെന്ന് വെച്ചാൽ നിനക്ക് ആവശ്യമില്ലാത്ത മമത തോന്നിയിരിക്കണു. ആരെടുത്ത്? നിന്റെ ആൾക്കാരോട്. ഇല്ല, നീ ധർമ്മത്തെ മറന്നുപോയി. ഈശ്വരന്റെ ഒരു നാമമാണ് ധർമ്മോ ധർമ്മ വിദുത്തമഃ. ധർമ്മത്തിന് എപ്പോ ഗ്ലാനി വരണോ ഈശ്വരൻ തന്നെ അവതരിക്കും. പരമസാത്വികനായിട്ടുള്ള നാരായണന്റെ അവതാരമാണ് കൽഗി. കൽഗി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എപ്പോ ധർമ്മം ഗ്ലാനി വരണോ ആ ധർമ്മത്തേക്ക് എടുക്കും. ശ്രീരാമൻ വലിയൊരു ധർമ്മപുരുഷൻ. ശ്രീരാമോ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് പറയുന്നത്. രാമൻ ധർമ്മത്തിന്റെ തന്നെ വിഗ്രഹരൂപമാണ്, രൂപമാണ്. ആ രാമൻ തന്നെ എന്തൊക്കെ ചെയ്തിരിക്കണു ഇല്ലേ? അധർമ്മത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി എത്ര പേരെ, എത്ര രാക്ഷസന്മാരെയൊക്കെ നിഗ്രഹിച്ചിരിക്കണം. അപ്പോൾ
ധർമ്മം എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വജനങ്ങളെയും അവൻ്റെ രാജ്യത്തിനെ പരിപാലിക്കണം. ഒരു ക്ഷത്രിയൻ്റെ ധർമ്മം അതാണ്. അവിടെ മോനോ മക്കളോ അച്ഛനോ പിതാമഹനോ ഗുരുക്കന്മാരോ ഒക്കെ മുമ്പിൽ നിന്നാലും അവൻ്റെ രാജ്യത്തിനെ സംരക്ഷിക്കണം എന്നാണ് അവൻ്റെ ധർമ്മം. അതാണ് അവൻ്റെ സത്യപ്രതിജ്ഞ. ആ ധർമ്മത്തെ മറന്ന് കേവലമായിട്ടുള്ള മമത കൊണ്ട് എൻ്റെ സ്വജനങ്ങൾ എന്നുള്ളൊരു ധർമ്മത്തിലേക്ക് പോയിരിക്കണു ഈ അർജുനൻ. അതുകൊണ്ട് അർജുന, നീ ഇത് അനാര്യന്മാരാണ് ഇത് ചെയ്യണത്, അകീർത്തികരമാണ് അർജുന. ഇത് നിന്റെ കീർത്തിയെ ഇല്ലാതാക്കും. അർജുനൻ എന്ന് പറഞ്ഞാൽ പാശുപത അസ്ത്രം വരെ കിട്ടിയവനാണ്, പരമേശ്വരൻ്റെ തന്നെ പുരസ്കാരം കിട്ടിയവൻ അല്ലേ. നാട്ടിലൊക്കെ പുരസ്കാരത്തിനൊന്നും ഒരു കുറവില്ല. അപ്പം കണ്ണിക്കണ്ടതിനൊക്കെ പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സത്സംഗത്തിന് ചിലപ്പോൾ നല്ലപോലെ പ്രസംഗിച്ചാൽ ചിലപ്പോൾ ഒരാൾക്ക് പുരസ്കാരം വരെ കൊടുത്തുകളെ. എന്നാൽ സത്സംഗം എന്ന് പറഞ്ഞാൽ പുരസ്കാരമോ അംഗീകാരത്തിനോ വേണ്ടിയിട്ടല്ല. നല്ലതുപോലെ പറഞ്ഞു, ഇല്ല ചീത്തയായിട്ട് പറഞ്ഞു, ഈ അംഗീകാരം ആർക്ക് വേണം? സത്സംഗത്തിലൂടെ ആര് ആ ഉള്ളിൽ വരുന്ന സത്യവാക്യങ്ങളെ അപ്ലൈ ചെയ്ത് ജീവിതത്തിന് പ്രാവർത്തികമാക്കോ, ദാറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് സത്സംഗം. അല്ലാതെ സത്സംഗം നല്ലപോലെ നടത്തി നല്ലപോലെ പ്രഭാഷണം ചെയ്തു കേട്ടോ, നിങ്ങൾക്കൊരു ട്രോഫി എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഈ ട്രോഫിയൊക്കെ യമൻ വന്നാൽ എന്ത് ചെയ്യും? ഈ ട്രോഫി, എനിക്ക് ഇതിനൊക്കെ ട്രോഫി കിട്ടിയിട്ടുള്ള ആളാണെന്ന് യമനെ കാണിച്ചാൽ വല്ല ഈ ഒരു ഇളവും കിട്ടുമോ? മരണത്തിൽ നിന്ന് ഒരു ഇളവും കിട്ടില്ല. യമൻ ഓലൈ വന്നാൽ ചൊല്ല ഉത്തരം ഉണ്ടോ? യമന്റെ ഓലൈ വന്നാൽ എന്തെങ്കിലും പറയാൻ ഉത്തരവുണ്ടോ? ഖഡോവാ മൃത്പിണ്ഡോപി പടോവാ തന്തുർവാം കിം ഘോരശമനം. മന്ത്രം നേരെ എനിക്ക് ഓർമ്മയില്ല. ശിവാനന്ദ ലഹരിയിൽ ഒരെണ്ണം പറയാണ്, ഈ കടം ഞാൻ കുടമാണോ ഇല്ലല്ലോ ചെളിയാണ്. ചിലർ തർക്കം, ഞാൻ നൂലാണോ അതോ ഇത് ഷർട്ടാണോ ഒരു തുണിയാണോ, ഇങ്ങനെ പറഞ്ഞ തർക്കം. ഇല്ല, ബ്രഹ്മം എന്ന് പറയുന്നത് ഇതാണ്, ബ്രഹ്മം എന്ന് പറയുന്നത് അതാണ് എന്നൊക്കെ പറഞ്ഞ തർക്കവചസ. ഈ തർക്കം കിം ഘോരശമനം. ഏത് യമൻ വന്നാൽ ഈ തർക്കം കൊണ്ട് എന്താ ബലം? അതുകൊണ്ട് ആ ടൈം കൂടെ ശിവ 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 ശംഭോ ശ്രീ മഹാദേവ ശംഭോ, നീ മഹാദേവനെ ഭജിച്ചുകൊള്ളുക, പരമേശ്വരനെ ഭജിച്ചുകൊള്ളുക, ഈശ്വര ധ്യാനം ചെയ്തുകൊള്ളുക അല്ലേ. നീ അതാണ് വേദാന്ത ശാസ്ത്ര പ്രകാരം ഇതാണ്, ചിലർ പറയും വിശിഷ്ടാദ്വൈതം പ്രകാരം ഇതാണ്, ദ്വൈത പ്രകാരം ഇതാണ്. എന്താ ഓരോരുത്തൻ്റെ വക്താവാകുന്നു എന്നല്ലാതെ എന്ത് ഫലം? യമൻ വന്ന എന്താ ഫലം? ഈ മൂന്നെണ്ണവും നാമജപത്തിനൊന്നും എതിര് പറയണേ ഇല്ല. ആത്മാവിനെ അറിയണം എന്ന് എതിര് പറയണേ ഇല്ല. ആത്മാവാണ് വലുത് എന്ന് പറയണത്, ആത്മാവിനേക്കാളും വലുത് എന്ന് ഒന്നിനെ പറയണില്ല. അപ്പോൾ ആ അനുഭൂതി രസത്തെ നമ്മൾ ഉള്ളിലെടുത്തുകൊണ്ട് ഇരിക്കാം. അപ്പോൾ എനിക്ക് ഈ പുരസ്കാരം കിട്ടിക്കൊണ്ട് എന്ത് ഫലം? ആ പുരസ്കാരം കൊണ്ടൊന്നും നമുക്ക് ഒരു ഫലമില്ല. സ്വയമേവ താൻ തൻ്റെ സ്വരൂപത്തെ എപ്പോൾ അറിയണോ അപ്പോഴാണ് അവന് സ്വർഗം കിട്ടിയെന്ന് പറയണത്, അപ്പോഴാണ് അവന് കീർത്തി കിട്ടിയെന്ന് പറയണത്, അപ്പോഴാണ് അവന് ആര്യൻ ആയെന്ന് അർത്ഥം. ഇത് ആര്യൻ എന്ന വാക്കിന് പലരും ഇപ്പോൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആര്യന്മാരാണ് ഈ സംസ്കൃതമൊക്കെ കൊണ്ട് ഭാരതത്തിലേക്ക് വന്നത്. എവിടുന്നോ ആര്യന്മാർ വന്നിരിക്കുന്നു. ആര്യ ശബ്ദം വേദത്തിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സജ്ജനം എന്നർത്ഥം, ശ്രേഷ്ഠം എന്നർത്ഥം. ആര്യ ശബ്ദത്തിന് ശ്രേഷ്ഠം എന്നർത്ഥം. അല്ലാതെ എവിടുന്നോ ഒരു ആര്യന്മാർ വന്നു, ഒരിടത്തുനിന്നും ആരും വന്നിട്ടുമില്ല, ആരും പോയിട്ടുമില്ല. കൊച്ചിന്നഗന്ത നാഗന്ത, ഇവിടെ നിന്ന് ആരും പോയിട്ടില്ല. ഇവിടെ ഒരേ ഒരു സംസ്കാരമാണ് ഉണ്ടായിരുന്നത്, ഒരേ ഒരു സനാതന ധർമ്മം. അതുകൊണ്ട് ഹിന്ദു ധർമ്മത്തിന് വേറെ പേരൊന്നുമില്ല. അല്ലെ, ഹിന്ദു എന്നൊരു പേര് പുരാണത്തിൽ എവിടെ പോയി നോക്കൂ, ഒരിടത്തും കാണാൻ പറ്റില്ല. ഹിന്ദു എന്നുള്ളൊരു വാക്കിന് അർത്ഥം കൂടെയ്ക്കും നമുക്ക് സംസ്കൃതത്തിൽ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. ഇത് സിന്ധു നദീ തീരത്തിൽ അടുത്ത് താമസിച്ചിരുന്നവരെ സൈന്ധവന്മാര്, സിന്ധു നദിയുടെ തീരത്ത് വസിക്കണവരെ സൈന്ധവർ എന്ന് പേരുണ്ടായിരുന്നു. അപ്പം ഇത് ചില ഭാഷാ മൊഴിയിലൊക്കെ ഉള്ളവർക്ക് ഉച്ചാരണം പ്രൊണൗൺസിയേഷൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലവർക്കൊക്കെ സാ വരില്ല. ഇപ്പോൾ ചിലർക്ക് ചില വാക്കുകളൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ ഹ എന്ന വാക്ക് ഉച്ചരിക്കാൻ പറ്റാത്ത പേർഷ്യൻ അത്തരത്തിലുള്ള മൊഴികൾ സായ്ക്ക് പകരം ഹ എന്ന് ഉച്ചാരണം ചെയ്തു. സൈന്ധവർകൾ എന്ന് പറയുന്നത് ഹൈന്ദവർകൾ എന്ന് അവർ പറഞ്ഞു. ഹൈന്ദു, അങ്ങനെയാണ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നത്, ഹിന്ദു. അല്ലാതെ നമ്മുടെ സംസ്കാരത്തിന് പേരൊന്നുമില്ല. ഇത് സനാതനമാണ്.
ഒരേ ഒരു സംസ്കാരമേ ഈ ഭാരതത്തിലോ ഈ ഭൂലോകത്ത് മുഴുവൻ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇല്ല, ഇപ്പോൾ ഒരു നാട്ടിൽ 10 അശോകൻ എന്ന് പേരുള്ള 10 പേരുണ്ടെങ്കിൽ ആ പൊക്കമുള്ള അശോകൻ, കുള്ളമായിട്ടുള്ള അശോകൻ, കറുത്ത നിറത്തുള്ള അശോകൻ എന്നൊക്കെ നമ്മൾ വിശേഷണം ചെയ്യേണ്ടി വരും. ഒരേ ഒരു അശോകൻ മാത്രമേ ഉണ്ടെങ്കിൽ അശോകൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ധർമ്മം ഒന്നേ ഉള്ളൂ, അതുകൊണ്ട് എന്തിനാ പേര്? പക്ഷേ പലത് ജൈനമതം, ബുദ്ധമതം, പല മതങ്ങൾ ഇങ്ങനെ രൂപപ്പെട്ട് വന്ന സമയത്ത് നമുക്കും ഒരു പേര് വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനെ തന്നെ നമ്മൾ പേരായിട്ട് സ്വീകരിച്ചു എന്നല്ലാതെ വാസ്തവത്തിൽ സനാതനധർമ്മത്തിന് ഒരു പേരില്ല, ഒരു പേരില്ലാത്ത മതം. നമ്മളെ മതം എന്താന്ന് വെച്ചാൽ ഒരു പേരില്ലാത്ത മതം, പേരേ ഇല്ല ഈ മതത്തിന്. ഇപ്പോൾ സനാതനം, അപ്പം അതുകൊണ്ട് ആര്യം എന്ന വാക്കിന് ശ്രേഷ്ഠം എന്നാണ് അർത്ഥം. അശ്രേഷ്ഠമല്ലാത്തവർ വർദ്ധിക്കണതായിട്ടുള്ള ഈ അനാര്യജുഷ്ടം, അകീർത്തികരം, അസ്വാർഗ്യം, അർജുന നിനക്ക് എവിടെ നിന്ന് പിടിപെട്ടു ഇത്? അപ്പം അതുകൊണ്ട് നീ മായയിലാണ് ഇപ്പം ഇരിക്കുന്നത്. ഈ വിഷമം മായയാണ്, ഇല്ലാത്തതാണ്. ഒരു മരത്തിനെ നമ്മൾ കാണുമ്പോഴേ ആ മരത്തിനെ ഒരു ദൂരെ നിന്ന് കാണുമ്പോൾ ആന നിൽക്കുന്നത് പോലെ തോന്നും. തൊട്ടടുത്തേക്ക് പോയി നമ്മൾ നോക്കുമ്പോഴാണ് ഇത് മരം എന്ന് നമ്മൾ കാണുന്നത്, അല്ലേ? ദൂരെ നിന്ന് നമ്മൾ ആനയെ പോലെ കണ്ടപ്പോൾ ഉള്ളിൽ നെഞ്ചെടുപ്പ് വന്നു. അടുത്ത് പോയി ഇത് മരമാണെന്നൊരു കൺവിക്ഷൻ വന്നപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ആ ഭയം അങ്ങോട്ട് വിട്ടുപോയി. എന്താ? അഭയത്തിലൂടെ നമ്മൾ ഭയത്തില്ലേ, ഈ അഭയം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. മരം എന്നുള്ളൊരു നോളജ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. എപ്പോൾ അത് നേരിട്ട് കാണണോ, അതുപോലെ ഈ തത്വം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കണം, അല്ലേ? വേദാന്ത ശ്രവണമൊക്കെ ചെയ്യണവരുടെ ഈ തത്വം ഉള്ളിൽ തന്നെ സ്റ്റോറായിരിക്കണം. ഇത് ചിലപ്പോൾ എടുത്ത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റിയില്ല എന്ന് വരും. എന്നാൽ കൂടെയും എപ്പോഴാണോ വാസ്തവത്തിൽ നമുക്ക് അടുത്തുപോയി ഇതൊക്കെ മായയാണെന്ന് എപ്പോൾ അറിയണോ, സത്യം അപ്പോൾ തന്നെ പ്രകാശിക്കും, അഭയം അപ്പം തന്നെ പ്രകാശിക്കും. അതുകൊണ്ട് തന്നെ അഭയേ ഭയദർശനാത് എന്ന് പറയുന്നു. അഭയത്തിലൂടെയാണ് ഇപ്പം നമ്മൾ ഭയത്തെയൊക്കെ ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭയത്തിനെ എപ്പോൾ മാറ്റാൻ പറ്റും നമുക്ക്? എങ്ങനെയാ ഭയം മാറണമെന്ന് വെച്ചാൽ സത്യത്തെ അറിയുമ്പോഴേ ഭയം മാറും. ഇപ്പം നമ്മൾ മിഥ്യാധാരണയിലാണ് ഇരിക്കുന്നത്. ഈ സംസാരം ഒരു സത്യം, അമ്മ, അച്ഛൻ, കുട്ടി ഒക്കെ ഒരു സത്യം എന്ന് വിചാരിച്ചിരിക്കണം. ഈ സത്യത്തിൽ നിന്നും, ഈ മിഥ്യാധാരണയിൽ നിന്നും എപ്പോഴാണോ വാസ്തവത്തിൽ ഇവിടെ ഒന്നുമേ ഇല്ല, ഇവിടെ ഒരേ ഒരു വസ്തുവേ ഉള്ളൂ എന്ന് ആരറിയണോ അവനാണ് വാസ്തവത്തിൽ ശ്രേഷ്ഠൻ എന്ന് പറയണത്. അതുകൊണ്ട് അർജുന, ഇത്ര വലിയ തപസ്സുള്ള അർജുന, പക്വയായ അർജുന, ഇപ്പോഴും നീ പോയി വിഷമിക്കണല്ലോ അർജുന. അതുകൊണ്ട് വിഷമം നിന്റെ സ്വരൂപമേ അല്ല. ഇപ്പം നീ മായയിലാണ് നിൽക്കുന്നത്, നീ അജ്ഞാനത്തിലാണ് നിൽക്കുന്നത്. ഈ അജ്ഞാനത്തിനെ അങ്ങോട്ട് കളയുക. അതുകൊണ്ട് കൃഷ്ണൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ അജ്ഞാനത്തിനെ കളയാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഏറ്റവും അടുത്ത ആൾക്കാരിൽ നിന്നുകൂടെ ഒരു താപം, ഇല്ലേ? കൃഷ്ണനെ ഒരു സുഹൃത്തായിട്ട് കണ്ട ആ സുഹൃത്ത് എന്നെ എന്തെങ്കിലും ആശ്വസിപ്പിക്കും എന്ന് വിചാരിക്കും, അല്ലേ? ഇല്ലേ? ഒരു സുഹൃത്ത് നമുക്ക് എന്തിനാന്ന് വെച്ചാൽ എപ്പോഴെങ്കിലും നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി, ഭാര്യ നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ ഇപ്പോൾ വാസ്തവത്തിൽ കുടുംബത്തിലൊക്കെ ആശ്വാസനം ആണോ നടക്കണത് എന്നൊന്നും നമുക്കറിയില്ല, അല്ലേ? വെളിയിൽ പോയി നമ്മൾ നല്ല താപം അനുഭവിച്ച് വീട്ടിൽ കയറി വന്നാൽ ഇരട്ടി താപം, അല്ലേ? പ്ലേറ്റൊക്കെ എയറിലൂടെ വന്ന് വീഴും. ഭക്ഷണമൊക്കെ കഴിക്കണമെങ്കിൽ, അല്ലേ, ഒന്നും പറയുകൂടെ ഇല്ല, ചിലപ്പോൾ പ്ലേറ്റ് എടുത്ത് മുമ്പിലിടും. ഇപ്പോൾ വെളിയിലും താപം, ഉള്ളിലും താപം വരണോ? ഇതുപോലെ കൃഷ്ണൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ, വരൂ അർജുന, സാരമില്ല, നമുക്കെല്ലാം ശരിയാക്കാം, ഇത്ര വിഷമത്തിലിരിക്കുകയല്ലേ, ഇങ്ങനെ ചെയ്തോ. കൃഷ്ണൻ എന്തെന്ന് വെച്ചാൽ ഒരു കൊട്ടിന് പോലെ 2 കൊട്ട്. ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ നൈതത്വത്യുപപത്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരം തപാ. ക്ലൈബ്യം ആസ്മഗമഃ പാർത്ഥ. നമ്മൾ വിചാരിക്കും അർജുന വരൂ, ഒരു ഡയറി മിൽക്ക്, നാരങ്ങ വെള്ളം കുടിച്ചോളൂ, കുറച്ച് നേരം വിശ്രമിക്കുന്നതിൻ്റെ വിഷമമൊക്കെ പോവും. ഇങ്ങനെയല്ല കൃഷ്ണൻ പറഞ്ഞത്. കൃഷ്ണൻ ക്ലൈബ്യം ആസ്മഗമഃ പാർത്ഥ. എവിടെ നിന്ന് കൈവന്നു നിനക്ക് ഈ നപുംസകം? ഈ നപുംസകം മാത്രം വർദ്ധിക്കണതായിട്ടുള്ള ഈ സ്വഭാവം നിനക്ക് എവിടെ നിന്ന് വന്നു? നീ ഒരു വീരനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് പാർത്ഥ, നീ ഒരു സഹനശക്തിയുള്ളവനും എല്ലാത്തിനെയും സഹിച്ച് എല്ലാത്തിനെയും
ഈ തപസ്സിന്റെ ബലത്തിലൂടെ എല്ലാത്തിനെയും കളയണവനാണെന്ന് വിചാരിച്ചു. നീ ഇപ്പൊ നോക്കൂ, ഈ ആണും പെണ്ണും കെട്ടതിനെ പോലെ ഇരിക്കണില്ലേ? ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം. നിന്റെ ഈ ക്ഷുദ്രം, ഈ വിഷമുണ്ടല്ലോ, ഹൃദയത്തിന്റെ ദൗർബല്യമാണ്. ഈ ഹൃദയത്തിന്റെ ആടിപ്പോണ അവസ്ഥ, നിസാരമായ നിസ്സഹായമായ ഈ അവസ്ഥ ഉണ്ടല്ലോ അർജുന, ഇതിനാണ് ക്ഷുദ്രം എന്ന് പറയുന്നത് അല്ലേ. ക്ഷുദ്രം ആരെങ്കിലും ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് ജ്യോത്സ്യനെ പോയി കാണാം, എവിടെ പോയി ഇത് മാറ്റാൻ നോക്കണു ഇല്ലേ. എന്താന്ന് വെച്ചാൽ ക്ഷുദ്രം വന്നാൽ നമ്മൾ ആടിപ്പോവും. അപ്പൊ ക്ഷുദ്രം എന്താന്ന് വെച്ചാൽ ഹൃദയ ദൗർബല്യം. ഹൃദയ ദൗർബല്യമാണ് ക്ഷുദ്രം. ഹൃദയത്തിന് ശക്തി ഉണ്ടെങ്കിലും എന്തിനേയും ഫേസ് ചെയ്യാനുള്ള ശക്തി ഉള്ളവർക്ക് എന്ത് ക്ഷുദ്രം? ക്ഷുദ്രം എന്ത് ചെയ്യണു? ശരീരത്തിന് ഹാനി ഉണ്ടാക്കണു. നമ്മളെ ശാസ്ത്രം എന്ത് പറയണു? നീ ശരീരമേ അല്ല. ക്ഷുദ്രം മനസ്സിനെ അഫക്റ്റ് ചെയ്യണു, നീ മനസ്സേ അല്ല. അപ്പൊ എന്തിന് നിങ്ങൾ ആവശ്യമില്ലാതെ വിഷമിക്കണമെന്ന് പറഞ്ഞാൽ ഏതോ ഒരു സിനിമ കണ്ട് കരഞ്ഞിട്ട് വരണത് പോലെ ഈ സംസാര ജീവിതം കണ്ടിട്ട് വിഷമം വരണം. അപ്പൊ നീ വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. എന്തിനാ നീ നപുംസകത്തിനെ പോലെ വിഷമിക്കണത്? ഭഗവാൻ ഇത്രയും അടി കൊടുത്തിട്ട് ചെറിയ ഒരു ഉണർവ് കൊടുത്തു. ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യവരാൻ നിബോധത. ഉത്തിഷ്ഠത, നീ ഉണരു അർജുന എന്ന് പറയണു. തെക്തോത്തിഷ്ഠ പരം തപഃ. നീ നിന്റേതല്ലാത്ത ഈ സ്വഭാവത്തെ അങ്ങോട്ട് മാറ്റി. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഈ ആണും പെണ്ണും കെട്ട സ്വഭാവം? ഈ സ്വഭാവം നിന്റേതല്ല. നീ അർജുനനാണ്, നീ പാർത്ഥനാണ്, നീ കുന്തി, വലിയ സഹനശക്തിയുള്ള കുന്തിപുത്രനാണ്. നീ പരം തപ, നീ പരമമായ തപസ് ചെയ്തവനാണ്. നോക്കൂ, ഓർമ്മിപ്പിക്കുകയാണ്. ചില ജീവനൊക്കെ അവനവൻ്റെ സ്വരൂപത്തിൻ്റെ അവനവൻ്റെ ശക്തി മറന്നു പോകും. ഈ ശക്തി മറന്നു പോകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, നീ ഇതുവരയ്ക്കും അല്ലേ നിന്നെക്കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ആള് തളർന്നു പോകും. നിന്നെക്കൊണ്ട് സാധിക്കും, നിന്റെ സ്വഭാവമേ അല്ല ഇത്, പിന്നെ എവിടെ നിന്ന് കിട്ടി നിനക്ക് ഈ സ്വഭാവം എന്ന് ചോദിച്ചാൽ, എൻ്റെ സ്വഭാവത്തെ ഞാൻ വീണ്ടെടുക്കാൻ നോക്കൂ അല്ലേ, എൻ്റെ ആ കരുത്തിനെ ഞാൻ വീണ്ടെടുക്കാൻ നോക്കൂ. ഇതാണ് ശാസ്ത്രം, ഇതാണ് ഉപനിഷത്ത്. ഉപനിഷത്ത് ഉത്തിഷ്ഠത, ജാഗ്രത. കഠോപനിഷത്തിൽ നമ്മൾ നോക്കിയാൽ ഇതേ മന്ത്രം അതിൽ കാണും. കൃഷ്ണൻ ഏതോ കഠോപനിഷത്ത് പഠിച്ചിട്ട് വന്ന സമയമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ കഠോപനിഷത്ത് മന്ത്രം അതുപോലെ ഈ സാങ്ഖ്യയോഗത്തിൽ ഒരുപാട് എടുത്ത് വരും. ഭഗവത്ഗീതയിൽ തന്നെ ഒരുപാട് എടുത്ത് ഈ കഠോപനിഷത്ത് മന്ത്രം തന്നെ ഉപദേശമായിട്ട് വരും. ന ജായത്തെ മ്രിയത്തെ വാക്ക് കഥാചിത്ത് വിപശ്ചിത്ത് എന്ന് കഠോപനിഷത്ത്, ഇതിൽ കഥാചിത്ത് എന്ന് വരും. അപ്പോൾ അത് വരിയെ നമുക്ക് കാണാം. ഇവിടെ അർജുനനെ ഉണർത്തുകയാണ് കൃഷ്ണൻ. എങ്ങനെ ഉണർത്തുന്നു എന്ന് വെച്ചാൽ, അടിത്ത് അടിത്ത് അക്കാരവും തീറ്റിയ അത്ഭുതം അറിയേനേ. എങ്ങനെ തീർക്കണമെന്ന് വെച്ചാൽ, ഉള്ളില് കുറച്ചും കൂടെ അജ്ഞാനമുണ്ട് ഇല്ലേ. പക്വപ്പെടുത്തുമ്പം ചെണ്ടയ്ക്കൊക്കെ 2-3 കൊട്ട് അനാവശ്യമായിട്ട് കിട്ടും. അതുപോലെ കൊട്ട് കൊടുക്കുകയാണ് കൃഷ്ണൻ. എന്താന്ന് വെച്ചാൽ, അവൻ പക്വമാവണം. അവൻ്റെ ഉള്ളിൽ ഏതോ കുറച്ച് അധ്യാസം, അജ്ഞാനത്തിൻ്റെ അംശം ഇരിക്കണം, ഒരു മമത ഇരിക്കണം. ആ മമതയെ അങ്ങോട്ട് എടുത്തു മാറ്റണം അല്ലേ. അജ്ഞാനത്തിൽ നിന്നിട്ടാണ് ഞാൻ സ്വയം ധീരനാണ്, ഞാൻ എടുത്ത ഡിസിഷൻ കറക്റ്റാണ് നമ്മൾ കരുതേണ്ടത്. അവിദ്യായാം അന്തരേ വർത്തമാനഃ സ്വയം ധീരാഃ പണ്ഡിതം മന്യമാനാഃ ജംഗന്യമാനാഃ പരിയന്തി മൂഢാഃ അന്തേനൈവ നീയമാന യഥാന്താഃ. ചിലര് അജ്ഞാനത്തിൽ ഇരുന്നിട്ട്, അവിദ്യയിൽ ഇരുന്നിട്ട് വിചാരിക്കും ഞാൻ പണ്ഡിതനാണ്, സ്വയം ധീരനാണെന്ന് വിചാരിക്കും. സ്വയമേവ എന്തൊക്കെയോ അറിഞ്ഞു വെച്ചിട്ട് ഞാൻ ധീരനാണ്, മറ്റുള്ളവരെ കൂടെ ഉപദേശിക്കാൻ നിൽക്കും. എന്താ മറ്റുള്ളവരെ കൂടെ ഉപദേശിച്ചുള്ള ബലം എന്ന് പറഞ്ഞാൽ, അന്ധൻ റോഡ് ക്രോസ് ചെയ്ത് പോയാൽ എന്താ ബലം അല്ലേ. ഒരു അന്ധനെ റോഡ് ക്രോസ് ചെയ്യിപ്പിച്ച് വിടണം, കൂടെ ക്രോസ് ചെയ്യിപ്പിക്കാൻ വേറൊരു അന്ധനാണ് പിടിക്കുന്നത്. അന്തേനൈവ നീയമാന യഥാന്താഃ. അവന് അത് തന്നെ അന്ത്യം. ഒരു അന്ധൻ നമ്മൾ റോഡ് ക്രോസ് ചെയ്ത് ഒരു ഹൈവേ ക്രോസ് ചെയ്യിപ്പിച്ചു വിട്ടാൽ എങ്ങനെ ഇരിക്കും അല്ലേ. കഥ കഴിഞ്ഞത് തന്നെ അതോടെ. അപ്പോൾ അതുപോലെ ഒരു അന്ധൻ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് പോലെയാണ് അവിദ്യയിൽ നിന്നും ഞാൻ സ്വയം പണ്ഡിതനാണ്. ഇവിടെ അർജുനൻ സ്വയമേവ ഞാൻ എന്തോ ആണെന്ന് വിചാരിക്കണം. ഭഗവാൻ ആ അവസ്ഥയെ കൂടെ ഇല്ലാതാക്കും. ആ ഭാവത്തെ ഭഗവാൻ അടിത്ത് അക്കാരവും തീറ്റിയ അടിച്ചാണ് ഗീത ഉപദേശിക്കാൻ പോകുന്നത്. ചില കുട്ടികളൊക്കെ ഊണ് കഴിക്കില്ല. എത്ര കൊടുത്ത് കാർട്ടൂൺ വെച്ച് കൊടുക്കണു, ഇത് വെച്ച് കൊടുക്കണു, ഭഗവത് കഥകൾ കേൾപ്പിക്കണു, ഒന്നും കേൾക്കണില്ല അല്ലേ.
അപ്പൊ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു ചൂരലെടുത്തിട്ട് അടിച്ച് കഴിപ്പിക്കും അമ്മ, അല്ലേ? അവസാനം ഒന്നുകൊണ്ടും മത്തിയില്ലെങ്കിൽ അടിച്ച് കഴിപ്പിക്കും. അതുപോലെ കൃഷ്ണൻ ഈ അമൃതത്വത്തിനെ അടിച്ച് കഴിപ്പിക്കുകയാണ്. അടിത്ത് അക്കാരവും തീറ്റിയ അദ്ഭുതം അറിയേനെ. നാരായണ ഗുരുസ്വാമിയുടെ തന്നെ വലിയൊരു ഗ്രന്ഥം, അനങ്ക രസക്കനി തട്ടി എറിഞ്ഞ് കരം കഴുകി തനി മുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയെ കഴലേകുക നീ. അനങ്ക രസക്കനി, നമ്മൾ ഇത്ര കാലം കൊണ്ട് ജീവിച്ചു വന്നിരുന്ന ഒരു വാസനാ പടലം, അല്ലേ? ഞാൻ എൻ്റേത് എന്നുള്ളൊരു വാസനയുണ്ട് നമുക്ക്. വർഷക്കണക്കായിട്ട് ഇങ്ങനെ അജ്ഞാനത്തിൽ തന്നെ നമ്മൾ വസിച്ചുകൊണ്ട് നമ്മൾ കൂടുതൽ റിലേറ്റഡ് ആയിരിക്കണം അജ്ഞാനത്തിനോടാണ്. സത്തിനോട് നമുക്ക് റിലേഷൻ കുറവാണ്, ഇല്ലേ? ആ റിലേഷൻ നമ്മൾ വരുത്തിയെടുക്കുന്നത് എങ്ങനെയാ? എന്തെങ്കിലും ഒരു മന്ത്രജപത്തിലൂടെയാണ് നമ്മൾ റിലേഷൻ വരുത്തിയെടുക്കുന്നത്. അല്ലെങ്കിൽ സത്തിനോട് നമുക്ക് റിലേഷൻ കുറവാണ്. അപ്പൊ സത്തിനോട് നമ്മൾ റിലേറ്റഡ് ആയിക്കൊണ്ടിരിക്കവേ അജ്ഞാനം പതുക്കെ മാറും. ആ പതുക്കെ മാറുമ്പോൾ അവസാനം എന്തെങ്കിലുമൊക്കെ അവശേഷിക്കും, എന്തെങ്കിലുമൊക്കെ അവശേഷിച്ചിരിക്കും, അല്ലേ? ചില ജ്ഞാനികൾക്ക് കൂടെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണം കാണും. ചോക്ലേറ്റ് തിന്നുന്ന ശീലമുള്ള ജ്ഞാനികൾ ഉണ്ടാവാം. എന്തെങ്കിലും ഒരു വസ്തുവിനോട് ചിലപ്പോൾ ഒരു അറ്റാച്ച്മെന്റ് വരും. അപ്പൊ അതിനെ കൂടെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമ്മൾ പക്വമാവുള്ളൂ. അതുകൊണ്ട് കൃഷ്ണൻ എന്താ ഇവിടെ ഒരടി, നീ നപുംസകമാണോ അർജുന? നീ കുന്തിപുത്രനല്ലേ? നീ ഇങ്ങനെ അല്ലല്ലോ നിന്റെ സ്വരൂപം. ഈ ഇത്രയും ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, ഈ ഹൃദയ ദൗർബല്യം വെച്ചിട്ടാണോ നീ ഇരിക്കണത്? നീ ഇതിനൊക്കെ കളയൂ, വെടിയൂ. എവിടെന്നാ നിനക്കിത് കിട്ടിയെന്ന് എനിക്കറിയില്ല. കൊറോണയൊക്കെ വന്നപ്പോൾ ഇത് എവിടെന്നാ പിടിപെട്ടതെന്ന് ആർക്കും അറിയില്ല. ഒരു റോഡ് മാപ്പൊക്കെ ഇട്ടു, അല്ലേ? എവിടെ നിന്ന് വന്നു കൃഷ്ണൻ ചോദിക്കണം, നിനക്കിത് എവിടെന്നാ കിട്ടിയത്? ഇങ്ങനെയല്ലല്ലോ അർജുനൻ. ഉത്തിഷ്ഠ പരം തപഃ, ഉത്തിഷ്ഠ പരം തപ, പരമമായ തപസ് ചെയ്ത അർജുന, നീ പരമേശ്വരനെ പോലും വില്ലുകൊണ്ടടിച്ച് പരമേശ്വരന്റെ കയ്യിൽ നിന്നും പാശുപതാസ്ത്രം കിട്ടിയവനാണ്. അതുകൊണ്ട് നീ ഉത്തിഷ്ഠ, നീ ഈ സംസാരത്തിൽ നിന്ന് നീ ഉണർന്ന് നീ നിന്റെ ധർമ്മം ചെയ്യൂ അർജുന എന്ന് പറയുന്നു കൃഷ്ണൻ ഈ ശ്ലോകത്തിലൂടെ. നമ്മളൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു തുടക്കത്തിലാണിപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ ആവശ്യമുള്ളത് മാത്രം എടുത്തുകൊള്ളുക. എല്ലാവർക്കും ആ ഒരു സ്വാതന്ത്ര്യം ഉണ്ട്. അവനവന് ഉപകാരപ്പെടുന്നതിനെ മാത്രം എടുത്തുകൊള്ളുക. ഇല്ലാതെ ഒരുപാട് പേര് ഭഗവത്ഗീത പറയണല്ലോ. എന്തിനാ ഭഗവത്ഗീത? ഇത് പലരിൽ നിന്നും കേൾക്കുക. ഈ വിദ്യ ഒരുപാട് ആചാര്യന്മാരിൽ നിന്നും കേൾക്കുമ്പോൾ ഏതാ നമുക്ക് ഫലവത്താവണമെന്ന് പറയാൻ പറ്റില്ല, അല്ലേ? പറയണ സമയത്ത് ആചാര്യനൊരു അനുഭൂതി, കേൾക്കണ സമയത്ത് കേൾക്കണ ശ്രോതാക്കൾക്ക് ഒരു അനുഭൂതി വരണം. ഈ അനുഭൂതി വരണില്ലെങ്കിൽ ആരും ഇതൊന്നും കേൾക്കണ്ട. കേൾക്കണത് എവിടെയാണോ ആരുടെ വേണമെങ്കിലും നമുക്ക് കേൾക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ ശൈലിയോ അവരുടെ രൂപമോ അവരുടെ ഭാവമോ ഒന്നും നമ്മൾ വരരുത്. അവരേതൊരു തത്വത്തെയാണോ കൊടുക്കണത്, തത്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ, ആ വിദ്യയെ മാത്രം പോയി നമസ്കാരം ചെയ്ത് വീണ്ടും ചോദിച്ച് ആചാര്യനിൽ നിന്ന് വാങ്ങിച്ചോളുക, ഗുരുവിൽ നിന്ന് വാങ്ങിച്ചോളുക. എന്നാൽ മാത്രമേ സ്വയമേവ നമുക്ക് നമ്മളെ കരകയറ്റാൻ പറ്റുള്ളൂ. വേറെ ആർക്കും നമ്മളെ പിടിച്ച് ഉയർത്താനേ പറ്റില്ല, അല്ലേ? ആരുടെ ഒരു കൈ കൊണ്ടും നമുക്ക് ഉയരാൻ പറ്റില്ല. അതുകൊണ്ട് സ്വയമേവ ആർക്കെല്ലാം ഉയരണം എന്ന് നിശ്ചയമുണ്ടോ അവരെല്ലാം ഭഗവത്ഗീത കേട്ട് ആ സ്വാനുഭൂതിയിലിരിക്കുക. തുടർന്ന് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അരുണാചല ശിരോദ്ഭൂത സമ്പ്രദായ പ്രവർത്തകം കരുണാർണവമീഡേഖം രമണാഖ്യം അഹം അഹ. ഹരി ഓം.